നമസ്തേ. ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയ ബീഫ് ഫെസ്റ്റിവലുകൾ ഒരു ഓർമ്മപ്പെടുത്തൽ. ചില രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും മറവികൾക്കും മുന്നിൽ ചരിത്രത്തിന്റെ താളുകൾ എടുത്തുപിടിക്കേണ്ടത് ജനാധിപത്യ ബോധമുള്ള ഓരോ പൗരന്റെയും കടമയാണ്. നമുക്ക് ഒരൽപ്പം പിന്നോട്ട് പോകാം. 2014 മെയ് മാസം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിലെത്തുന്നു. 2015 മാർച്ചിൽ മഹാരാഷ്ട്ര ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ്, അതായത് കോൺഗ്രസ് LCP ഭരണകാലത്ത് അവിടുത്തെ നിയമസഭ പാസാക്കിയ ഗോവധ നിരോധന ബിൽ നടപ്പാക്കണമെന്ന്. കേന്ദ്ര സർക്കാരിനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ആ കോടതി ഉത്തരവിൽ ഒരു പങ്കുമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? രാജ്യമൊട്ടാകെ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തിക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും മറ്റു പ്രതിപക്ഷ പാർട്ടികളും മത്സരിക്കുകയായിരുന്നു. അതിനെ ഒരു ദേശീയ വിഷയമാക്കി മാറ്റി. മോദി സർക്കാർ മുസ്ലിം സമുദായത്തെ വേട്ടയാടുന്നു, മനുഷ്യൻ എന്ത് കഴിക്കണമെന്ന് കേന്ദ്രം തീരുമാനിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാൻ ഇടതുപക്ഷവും കോൺഗ്രസും മത്സരിച്ചു. കേന്ദ്രം ന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളിലും അവകാശങ്ങളിലും കൈകടത്തുന്നു എന്ന് പ്രചാരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമം ആരംഭിച്ചു. അന്തിച്ചർച്ച കോലാഹലങ്ങളാൽ മാധ്യമങ്ങളെന്ന് എരുതിയിൽ എണ്ണയൊഴിച്ചു. സാംസ്കാരിക നായകർ തെരുവിലിറങ്ങി. DYFIയും SFIയും ക്യാമ്പസുകളിലും കവലകളിലും ബീഫ് ഫെസ്റ്റിവലുകൾ നടത്തി. കേരളത്തിലാകട്ടെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പൊതുനിരത്തിൽ പശുക്കിടാവിനെ അറുത്ത് വെല്ലുവിളിച്ചതും ഇന്നത്തെ മന്ത്രി R ബിന്ദു ഉൾപ്പെടെയുള്ളവർ റോഡിലിരുന്ന് അത് കഴിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതൊന്നും മലയാളി മറന്നിട്ടില്ല. ഇനി ഇന്നത്തെ കാഴ്ച എന്തെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം അവിടുത്തെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് സർക്കാർ ഗോവധ നിരോധനം ശക്തമായി നടപ്പാക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അടങ്ങുന്ന മുന്നണി. ആ വിധി നടപ്പാക്കാൻ അവിടുത്തെ സർക്കാർ തീരുമാനിച്ചപ്പോൾ മുൻപ് വിപ്ലവം പ്രസംഗിച്ചവരുടെ നാവിറങ്ങിപ്പോയോ? എവിടെ പോയി മാധ്യമങ്ങളുടെ വൻ വാർത്തകളും അന്തിച്ചർച്ചകളും? എവിടെ പോയി സാംസ്കാരിക നായകന്മാരുടെ പ്രസ്താവനകൾ? തമിഴ്നാട് അതിർത്തി കടന്ന് ഒരു ബീഫ് ഫെസ്റ്റ് നടത്താൻ DYFIക്കോ SFIക്കോ യൂത്ത് കോൺഗ്രസിനോ ധൈര്യമുണ്ടോ? അന്ന് കേന്ദ്രം ഭരിച്ച അതേ മോദി സർക്കാർ തന്നെയാണ് ഇന്നും രാജ്യം ഭരിക്കുന്നത്. പക്ഷെ അന്ന് തെരുവ് യുദ്ധം പ്രഖ്യാപിച്ചവർ ഇന്ന് തമിഴ്നാട്ടിൽ മൗനവ്രതത്തിലാണ്. ഇത് വെറുമൊരു ഇരട്ടത്താപ്പ് മാത്രമല്ല, തമിഴ്നാട്ടിലെ അധികാരത്തിന്റെ പങ്കുപറ്റി കിട്ടുന്ന നക്കാപ്പിച്ച നഷ്ടമാകുമോ എന്ന ഭയമാണ് ഈ കപട പുരോഗമനവാദികളുടെ നിശബ്ദതയ്ക്ക് പിന്നിൽ. അധികാരം നിലനിർത്താൻ പ്രത്യയശാസ്ത്രങ്ങളെയും നിലപാടുകളെയും പണയം വയ്ക്കുന്ന ഇത്തരക്കാരുടെ അവസരവാദ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും.